ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആദില് ലക്ഷങ്ങൾ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ അവധികള് പലതും കഴിഞ്ഞു കാണണം. അതായിരിക്കും സുദർശൻ അവന്റെ അസിസ്റ്റന്റിനെയും കൂട്ടി ആദിലിന്റെ വീട്ടിൽ കാശ് ചോദിച്ചു എന്നത്. 10 ലക്ഷം നമ്മളിന്ന് കൊടുക്കുമായിരുന്നില്ല എങ്കിൽ അത് പറഞ്ഞവനെ പിടിച്ചു നിൽക്കാറുന്നല്ലോ. ഇങ്ങനൊരു അരിങ്കുലം നടത്തണമായിരുന്നോ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മനുഷ്യന്റെ ഓരോ സാഹചര്യമല്ലേ. പിന്നെ ഈ ഫിനാൻസ് കമ്പനിക്കാര് വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞാൽ പോലും അത് ചിലർക്ക് വലിയൊരു നാണക്കേടായി തോന്നും. അതിലാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാണല്ലോ. ചിലപ്പോ കൊല്ലാൻ വേണ്ടി ചെയ്തതാവില്ല, പറ്റിപ്പോയതായിരിക്കും. എന്തായാലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സുദർശന്റെ ആൾക്കാര് ആദിലിനെ ജയിലിൽ പോലും കടത്താതെ തീർക്കാനാണ് സാധ്യത. വലിയ കഷ്ടമായി പോയല്ലോ. നമ്മൾ ഒരു ദിവസം മുമ്പ് ആ പണം ആദിലിന് കൊടുത്തായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നെങ്കിൽ. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കുക തന്നെ ചെയ്യേണ്ടത്. ഈ വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? ആദിലിനെ പോലെ തട്ടിപ്പും വെട്ടിപ്പോയിട്ട് നടക്കുന്നവരൊക്കെ അവസാനം ഇങ്ങനെയൊക്കെയാണ് ആയിത്തീരുക. അവൻ ജീവിക്കാൻ വേണ്ടി സ്വർണ്ണക്കടത്തുകാരോടൊപ്പം കൂടിയെന്നല്ലേ ഉള്ളൂ അങ്കിൾ. അതുപോലെ സർക്കാരിന് കിട്ടേണ്ട നികുതി വെട്ടിച്ച് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു? അവരൊക്കെ സമൂഹത്തിൽ മാന്യമാരായിട്ട് ജീവിക്കുന്നില്ല. അതൊക്കെ തലപ്പത്തിരിക്കുന്ന വമ്പന്മാരല്ലേ. ഞാൻ പറഞ്ഞത് ആദിലിനെ പോലെ കമ്മീഷൻ വാങ്ങി സ്വർണ്ണക്കടത്ത് നടത്തുന്നവരുടെ കാര്യമാണ്. ജീവിക്കാൻ വേണ്ടി സ്വർണം കടത്തുന്ന ആദിൽ അത്രയ്ക്ക് വലിയ തെറ്റുകാരനാണെങ്കിൽ അവന്റെ സ്വർണം കൈക്കലാക്കി ഞാനോ അതിലും വലിയ കുറ്റവാളിയല്ലെങ്കിൽ ഞാനിപ്പോ. എനിക്കുള്ള ശിക്ഷയും ഇതുപോലെ കാലം കാത്തുവച്ചിട്ടുണ്ടാവും അല്ലേ അങ്കിൾ? എടാ, നീ ഇപ്പൊ ഇങ്ങനൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താ? നീ അവന്റെ ഇന്ന് സ്വർണം തട്ടിപ്പറിച്ചൊന്നുമല്ലല്ലോ. നീ പോലും വിചാരിക്കാതെ അത് നിന്റെ വന്ന് പെട്ടതല്ലേ. അതിന്റെ പേര് നീ ശരിക്കും അനുഭവിക്കുകയും ചെയ്തു. എന്നിട്ടും നീ ആദിൽ ആവശ്യപ്പെട്ട പണം കൊടുക്കാന്ന് സമ്മതിച്ചില്ലേ? അവനത് വാങ്ങാൻ യോഗമില്ലാത്തതിന് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ആദിലിന്റെ കാര്യത്തില് ഞാൻ കുറച്ച് ക്രൂരത കാണിച്ചെങ്കിൽ. അവൻ ആദ്യം കോംപ്രമൈസിന് വന്നപ്പോഴേ ഞാൻ അവനെ സഹായിക്കേണ്ടതായിരുന്നു. ആദിലിനെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന്റെ കാരണക്കാരൻ ഞാനാ. എടാ രഘു, നീ ആവശ്യമില്ലാത്തൊന്നും മനസ്സിൽ കൊടുക്കല്ലേ. നമ്മളിപ്പോ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയാ. നമ്മളും ആദിലും തമ്മിലുള്ള ഇടപാട് മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ ഇനി നമ്മളെ അന്വേഷിച്ചു വരുന്നത് അവരായിരിക്കും. ഇനിയിപ്പോ ആരും ഒന്ന് ചോദിച്ചാലും ആദിലിന് കൊടുക്കാന്ന് പറഞ്ഞ പണം നമ്മൾ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല. 10 ലക്ഷം ചോദിച്ചു വന്നാ കൊടുക്കാം. എന്നാ വരുന്നവര് സ്വർണമാണ് ചോദിക്കുന്നതെങ്കിലോ? അതിൽ ജയിലിലായതുകൊണ്ട് ഇനി അവന് വേറൊന്നും നോക്കാനില്ല. അവിടെ ഇരുന്നോണ്ട് അവൻ നിനക്കെതിരെ ആളെ ഇറക്കാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ആവശ്യമില്ലാത്ത അനുകമ്പയും സെന്റിമെന്റ്സും ഒക്കെ മാറ്റിവെച്ച് നീ ഒരു പക്ക ബിസിനസ്സുകാരനായി നിൽക്കണം. ഇല്ലെങ്കിലേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ കൈ വിട്ടു പോകും രഘു. ഇതുവരെ ഞാൻ പറഞ്ഞത് എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ ചേച്ചിയുടെ അമ്മായിയമ്മയായ സുശീല എന്ന സ്ത്രീ എന്റെ ചേച്ചിയോടും ഞങ്ങളുടെ കുടുംബത്തോടും കാണിച്ച് ദ്രോഹങ്ങളുടെ ചെറിയൊരു ഉദാഹരണങ്ങൾ മാത്രം. ഞാനീ പറഞ്ഞ കാര്യങ്ങളില് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ട. വ്യക്തമായ തെളിവും സുശീലാന്റിയുടെ ക്രൂരകൃത്യങ്ങളുടെ പുതിയ കഥകളും ഞാൻ പുറത്തു വിടുന്നതായിരിക്കും. പിന്നെ ഇത്രയും മോശപ്പെട്ടൊരു സ്ത്രീയെ എന്റെ ചേച്ചി എന്തിനാണ് കുലസ്ത്രീയായി ചിത്രീകരിച്ചെന്ന് ചോദിച്ചാ എനിക്കും അതിന് ഉത്തരവില്ല. ചിലപ്പോ ഈ പോസ്റ്റിന് മറുപടിയായി
അതിന്റെ ഉത്തരം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. പൊളിച്ച്. എന്തായാലും എന്റെ ചേച്ചി സുശീലാന്റിയെ മാതൃകാ വനിതയായി ചിത്രീകരിച്ച ശേഷം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു എന്നാണ് പുതിയ വാർത്ത. സ്വന്തം കുടുംബത്തിൽ ഒരിക്കൽ മരുമകളെ ആട്ടി പുറത്താക്കിയ ഒരു സ്ത്രീ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പറോ ആക്കിയാലുള്ള അവസ്ഥ കൂടി പൗരബോധമുള്ള വോട്ടർമാർ ഒന്ന് ചിന്തിക്കണം. ചിന്തിക്കുന്നവർ ചിന്തിക്കും, അല്ലാത്തവർ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് നേരെ കല്ലെറിയും. അപ്പൊ ശരി, വീണ്ടും നമുക്ക് കാണാം. അയ്യോ, പൊളിച്ച്. അതെ, സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ മോളെ നീ തകർത്തുട്ടോ. കലക്കിണ്ടാ. ഇതേ നീ എത്രയും വേഗം തന്നെ പോസ്റ്റ് ചെയ്യണം. ഈ പോസ്റ്റ് പുറത്തു വന്നാലേ സുശീല തള്ളയ്ക്ക് പിന്നെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതെ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാന്നുള്ള അവരുടെ ആദ്യം അതോടെ അവസാനിക്കും. അവര് പുറത്തായ വാസന്തി ചേച്ചിയായിരിക്കില്ലേ സ്ഥാനാർത്ഥി? പിന്നല്ലാതെ എന്താ സംശയം? ഞാൻ സ്ഥാനാർത്ഥി ആവുകയും ചെയ്യും, ഞാൻ തന്നെ ജയിക്കും. അതെ അതെ, വാസന്തിയുടെ PR വർക്കേ നീ ഏറ്റെടുത്തതേ. നിനക്ക് ശരിക്കും അവതാരകയാകാനുള്ള എല്ലാ കഴിവുമുണ്ട്. ഓ, കണ്ണു വെക്കാതെ. വാസന്തി ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങള് നിനക്കങ്ങ് തരും. പിന്നല്ലാതെ മോളെ. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. പിന്നെ വാസന്തി ചേച്ചി വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയാല് ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്താ മതി. അതെന്താ അങ്ങനെ പറഞ്ഞു? എന്നാ നീ ഉടനെ പോസ്റ്റ് ചെയ്തേ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോട്ടെ. ഈ പോസ്റ്റ് പാർട്ടിക്കാർക്കിടയിൽ ചർച്ചയായിട്ട് വേണം. ഞങ്ങൾക്ക് അങ്ങോട്ടേക്കും തലയുയർത്തി കേറി ചെല്ലാം. ഇത് ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കാം. നിങ്ങള് പോയിട്ട് വാ. വസന്തി വാ, എന്നാ നമുക്ക് പോയിട്ട് വരാം. താമസിക്കണ്ട, വേഗം ചെയ്തു പോവാൻ തന്നെ കേട്ടാ. ദേ, അത് നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് അത് പോസ്റ്റ് ചെയ്താ പോരെ? ഒരുപാട് ആലോചിച്ചാലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തേച്ചി. അല്ല, ശബരിയോടും കൂടി ഒന്ന് ചോദിച്ചിട്ട്. ശബരിയേട്ടനോട് ഞാൻ ചോദിച്ചല്ലോ. അപ്പൊ എന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ ശബരിയേട്ട സമ്മതിക്കുകയും ചെയ്തു. ഇനി ഇവിടുത്തെ അച്ഛനോട് കൂടെ ചോദിക്കണോ ഞാൻ? അതിന്റെ ആവശ്യമില്ല അല്ലേ? ഭാര്യ ഭർത്താവിനനുസരിച്ചാ മതി.